മനുഷ്യരുടെ പ്രതീക്ഷകളെ വെറും നിമിഷാർദ്ധം കൊണ്ട് പ്രകൃതി ഇല്ലാതാക്കുന്നത് പലപ്പോഴായി നമ്മൾ കണ്ടതാണ്. എന്നാൽ മലപ്പുറം ജില്ലയിലെ മങ്കടയിലെ വെള്ളില എന്ന ഗ്രാമത്തിന് ഇത് വെറുമൊരു വാർത്തയല്ല, ഒരിക്കലും മായാതെ വേദനയാൽ നീറുന്ന ഒരു മുറിവ് തന്നെയാണ്. വേനലവധി ആഘോഷിക്കാൻ ഒത്തുചേർന്ന ഉറ്റ സുഹൃത്തുക്കൾ ചിരിച്ചും കളിച്ചും അവർ ആ മല കയറി പോകുമ്പോൾ ഇത് തങ്ങളുടെ അവസാന യാത്രയാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. തങ്ങളെ ഒരു മിന്നൽ പിളർപ്പിൻ്റെ രൂപത്തിൽ അവിടെ മരണം കാത്തിരിക്കുന്നു എന്ന കാര്യം ആരും കരുതിയില്ല. വേനലവധി ആഘോഷിക്കാൻ വേണ്ടി കുരങ്ങൻചോലയിലെ വ്യൂ പോയിന്റിലേക്ക് പോയ ആ 7 സുഹൃത്തുക്കൾക്ക് സംഭവിച്ച ഈ ദാരുണ കഥ ആരുടെയും കണ്ണ് നിറക്കുന്നതാണ്. 7 പേരിൽ റഹീസ്, ഫഹാസ്, സിയാദ്, ഫഹദ് എന്ന 4 പൊന്നുമക്കൾക്കാണ് ജീവൻ നഷ്ടമായത് നിമിഷങ്ങൾക്കകം. തങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നടന്നു തുടങ്ങും മുമ്പേ പ്രകൃതിയുടെ ക്രൂരതയിൽ ആ ജീവനുകൾ ഇല്ലാതായി. ഇന്നലെ ഇവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആ ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ ഒരു നാട് മുഴുവൻ വിതുമ്പുകയായിരുന്നു. കുരങ്ങൻചോലയിൽ ആ 7 സുഹൃത്തുക്കൾ കളിയും തമാശയുമായി തങ്ങളുടെ വേനലവധി ആഘോഷിക്കുമ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴ പെയ്തു. നനയാതിരിക്കാൻ അവർ ഒരു കുടയ്ക്ക് കീഴിൽ ചേർന്ന് നിന്നു. ഒരു മരത്തണലിൽ അവർ തങ്ങളുടെ സ്വപ്നങ്ങളും തമാശകളും പങ്കുവെക്കുന്ന ഇടയിൽ ആ കളിച്ചിരിയുടെ മീതെയാണ് അപ്രതീക്ഷിതമായി ആ ഇടിമിന്നൽ പതിച്ചത്. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം നിശബ്ദമായി പോയി. 7 പേരും പലയിടങ്ങളിലായി തെറിച്ചു വീണു. മഴ തോർന്നപ്പോൾ അവിടെയുള്ള ഒരു ചായക്കടക്കാരൻ ആ വഴി വന്നപ്പോൾ ആ കാഴ്ച കണ്ട് അദ്ദേഹം വാവിട്ട് കരഞ്ഞു. ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ആ പിഞ്ചു മക്കളെ കണ്ട് അദ്ദേഹം നിലവിളിച്ചു. അത് കേട്ട് പ്രദേശത്തുള്ള നാട്ടുകാരെല്ലാം ഓടിക്കൂടി. പെട്ടെന്ന് തന്നെ ആ പിഞ്ചു മക്കളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇവരുടെ മൃതദേഹം ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവിടെ കണ്ടത് ഹൃദയം തകരുന്ന കാഴ്ചകളായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇനിയില്ല എന്നറിഞ്ഞ് അത് വിശ്വസിക്കാനാകാതെ ചേതനയറ്റ അവരുടെ ശരീരം കണ്ട് വിതുമ്പുന്ന സഹപാഠികൾ, കഫം പുടവയിൽ പൊതിഞ്ഞു കിടക്കുന്ന തങ്ങളുടെ പൊന്നുമക്കളെ നോക്കി അലമുറയിട്ട് കരയുന്ന ഉമ്മമാർ, തങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ടവൻ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം തളർത്തിയ ഉപ്പമാർ. ആ ഓഡിറ്റോറിയത്തിൽ കൂടിയവർക്കാർക്കും ഒരു നിമിഷം പോലും കണ്ണീർ വാർക്കാതെ ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല. ഈ 7 പേരും അത്രമേൽ ജീവന് തുല്യം സ്നേഹിക്കുന്ന കൂട്ടുകാരായിരുന്നു. പരസ്പരം എപ്പോഴും ഒന്നിച്ചുണ്ടാകുന്നവർ. അപകടത്തിൽപ്പെട്ടവരിൽ ഒരാൾ ആശുപത്രിയിൽ വെച്ച് ബോധം തെളിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചത് എൻ്റെ കൂട്ടുകാർ എവിടെയെന്നാണ്, അവർക്ക് എന്ത് സംഭവിച്ചു എന്ന്. തൻ്റെ പരിക്കുകളെക്കാളും തൻ്റെ സുഹൃത്തുക്കൾക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു ആ കുട്ടിയുടെ ചോദ്യം. അപ്പോഴാണ് ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു എന്ന് ആ കുട്ടി വെളിപ്പെടുത്തുന്നത്. അതുവരേക്കും അവർ 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സർവരും കരുതിയിരുന്നത്. പിന്നീടുള്ള തിരച്ചിലിലാണ് ബാക്കിയുള്ള ഒരു കുട്ടിയെയും കണ്ടെത്തുന്നത്. ഇവരുടെ സൗഹൃദത്തിൻ്റെ ആഴം പോലും ഇന്ന് ആ ഗ്രാമത്തെ കൂടുതൽ വേദനിപ്പിക്കുകയാണ്. ആ 4 സുഹൃത്തുക്കൾ ഒരേ ദിവസം ഒരേ നിമിഷം വിടവാങ്ങുമ്പോൾ ആ വീട്ടുകാരെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ല. കുരങ്ങൻചോലയിലെ ആ മരത്തണലിൽ ആ കുട്ടികൾ ബാക്കി വെച്ച കുടയും ചെരുപ്പുകളും ഇനി ഒരിക്കലും മടങ്ങി വരാത്ത ആ 4 മക്കളുടെ ഓർമ്മകളായി അവിടെ അവശേഷിക്കുന്നു. അള്ളാഹു അവൻ്റെ രക്ഷയിലും തൃപ്തിയിലും അവരെ ഉൾപ്പെടുത്തട്ടെ.